നിങ്ങളറിഞ്ഞോ, നമ്മുടെ നാട്ടിലുള്ള ഫെമിനിസ്റ്റുകളൊക്കെ കരച്ചിലോട് കരച്ചിലാണ് ബിസ്മയൻ ടീമിലുള്ള സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ചിട്ട്. വളരെ പുരോഗമനാശയക്കാരായ ബിസ്മയൻ ടീം വളരെ പുരോഗമനപരമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില നിയമങ്ങൾ നമുക്കൊന്നിരുന്ന് നോക്കാം. കാരണം ഇവരുടെ ഈ പുരോഗമനാശയം കണ്ടിട്ട് വേണം ലോകം മുഴുവൻ മാതൃകയാക്കാനായിട്ട്. ബിസ്മയൻ ടീമിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ഇവർ സ്ത്രീകളുടെ നെഞ്ചത്തൊട്ടാണ് എടുക്കുക. ആദ്യം സ്ത്രീകളെ നന്നാക്കിയിട്ട് ഇവർ നാടിൻ്റെ എക്കണോമിയും നാട് നന്നാക്കുന്ന കാര്യം തന്നെ ശ്രദ്ധിക്കുള്ളൂ. മെയിനായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകൾ മുഖം മറക്കണം, ആർട്ടിക്കിൾ 13. അതിന് മുമ്പും മറച്ചിട്ട് തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. പിന്നെന്തിനാണ് ഇനി എക്സ്ട്രാ ഇനി എവിടെയാണ് മറക്കാനുള്ളത്? ഒരു കണ്ണിൽ കൂടെ കാണാമെന്നുള്ളൊരു നിയമം മുമ്പുണ്ടായിരുന്നു ഇവർക്ക്. ഇനിയിപ്പോൾ ആ കണ്ണും കൂടെ അടച്ചു വിട്ടി എന്തായാലും പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷേ എങ്ങാനും ഒരു മഹറമിൻ്റെ കൂടെയൊക്കെ പുറത്തിറങ്ങാൻ 5 മിനിറ്റ് പുറത്തിറങ്ങാൻ സമയം കിട്ടിയാൽ തപ്പിത്തടഞ്ഞ് പോകണമെന്നായിരിക്കും. മുഖം മറക്കുന്നത് കൗതുകം ജനിക്കാതിരിക്കാനും മറ്റുള്ളവരിൽ ജനിപ്പിക്കാതിരിക്കാനുമാണ്. ഇങ്ങനെ മൂടിപ്പൊതിച്ച് നടന്നാൽ പിന്നെ ഉള്ളിലെന്താന്ന് കാണാനുള്ള കൗതുകം ഉണ്ടാവില്ലേ ആർക്കായാലും? പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ആൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൗതുകം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അമ്മാതിരി കൗതുകം ജനിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു ബിസ്മയം ടീമിനെ നമ്മൾ കുറ്റം പറയരുത്. അതിൽ ഇവിടെ ചില ആളുകൾക്ക് വിഷമാവും. പ്രത്യേകിച്ച് ഇവിടുത്തെ ഉണർവോളി ഫെമിനിസ്റ്റുകൾക്കൊക്കെ നല്ല സങ്കടവും ബിസ്മയം ടീമിലെ ആളുകളെ കുറ്റം പറഞ്ഞാൽ. മുസ്ലിം അല്ലാത്ത ആണിൻ്റെയും പെണ്ണിൻ്റെയും മുന്നിൽ നിർബന്ധമായും മുഖം മറച്ചിരിക്കണം. സമാധാന മതത്തിൻ്റെ പുറത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഇവരുടെ മുമ്പിൽ കാണാനായിട്ട്? ഞാൻ നോക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ 99% സമാധാന മതക്കാരാണ്. അതാണ് അവിടെ സമാധാനം ഇത്രയും വിളയാടുന്നത്. അത് ഞാൻ ആലങ്കാരികമായിട്ട് 99% എന്ന് പറയില്ല. അഫ്ഗാനിസ്ഥാനിൽ 0.3% മാത്രമേ നോൺ മുസ്ലിം പോപ്പുലേഷനുള്ളൂ. അത് വൈകാതെ തന്നെ 0.3യിൽ നിന്ന് 0 ആക്കി കുറക്കാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ ശബ്ദം കൗതുകം ജനിപ്പിക്കാൻ കാരണം ആയതിനാൽ അവർ പാടുക, കവിത ചൊല്ലുക, വായന തുടങ്ങിയവ എല്ലാം പൊതു ഇടങ്ങളിൽ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ ശബ്ദം കേട്ടാൽ ഇവർക്ക് ഇളകും. ഇവിടുത്തെ സമാധാന ഫെമിനിസ്റ്റുകളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നു, സമാധാന മതത്തിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നു, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നു, നിങ്ങളുടെ ശബ്ദം കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റൊക്കെ തട്ടിട്ട് നിങ്ങൾക്ക് ആവാന്നുണ്ടെങ്കിൽ ശരിക്കും സമാധാന മതം ഉള്ള സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് പോലും ആവാൻ പറ്റില്ല. അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഈ ഫെമിനിസം പറഞ്ഞു വരുമ്പോൾ. ഇത് കാണുമ്പോൾ ശരിക്കും സഹതാപം തോന്നുകയാണ്. കാരണം ഇവരുടെ നാട്ടിൽ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഫ്രീഡം കിട്ടിയതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളിൽ സ്ത്രീകളുണ്ടായിരുന്നു എന്നുള്ളതാണ് കോമഡി. ഇവർ 1964 കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ഥലത്തു നിന്നാണ് ഇവർ ഇവിടം വരെ എത്തിയത്. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് വീടിനുള്ളിൽ പോലും വായിക്കാനുള്ള അവകാശം ശരിക്കില്ല. കാരണം സ്കൂളിൽ പോയാലല്ലേ എഴുത്തും വായനയും പഠിക്കാൻ പറ്റുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ഇവർക്ക് ഇപ്പോൾ വായന പോലും നിരോധിച്ചിരിക്കണം. അതിലുള്ള വിരോധാഭാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അടുത്ത ബിസ്മയൻ ടീമിൻ്റെ വല്ലാത്തതൊരു നിയമമാണ് രക്തബന്ധത്തിലല്ലാത്ത അല്ലെങ്കിൽ വിവാഹബന്ധത്തിലല്ലാത്ത പുരുഷന്മാരെ സ്ത്രീകളും നേരെ തിരിച്ചും നോക്കാൻ പാടില്ല. നോക്കിക്കഴിഞ്ഞാൽ എന്താണ്ടാവുമെന്ന് പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ പോവും സേട്ടാ. കൺട്രോൾ പോയി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. അത് അറിയുന്നുണ്ടല്ലേ, നമ്മളെ മുത്തുനബീൻ്റെ മാതൃക ഒക്കെ അതിലുണ്ട്. മുത്തുനബി വഴി കൂടെ പോകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ കൺട്രോൾ വിട്ടിട്ട് വീട്ടിൽ വന്നിട്ട്, ബാക്കി ഹദീസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി അത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും. ആ സെയിം മാതൃകയല്ലേ ഇവർ. ഇതെല്ലാം ഇതിലപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആർട്ടിക്കിൾ 19 പ്രകാരം സംഗീതം നിരോധിച്ചിരിക്കുന്നു. ഒപ്പം സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ഇതിൽ വിലക്കുണ്ട്. സംഗീതം സ്വാഭാവികമായിട്ടും നിരോധിക്കും. കാരണം പാട്ടുപാടി ഇരുന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് ആൾ കിട്ടൂലല്ലോ. എങ്ങനെ? ഫുദ്ദി വിമാനം തന്നെ. മുത്തുനബിയുടെ ഫുദ്ദി നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം. സ്ത്രീകൾക്ക് യാത്രാവിലക്ക് പണ്ടേ ബിസ്മയം ടീമിൻ്റെ അടുത്തുള്ള ഒരു നിയമമാണ്. അതിൽ ഒരു റിഫോർമേഷനും ഇല്ല ഇപ്പോൾ. ആർട്ടിക്കിൾ 17 പ്രകാരം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഇതാണ് അത്ര വലിയ പ്രശ്നം. ഇത് സർപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിമാനബുദ്ധിയുള്ള ടീം പണ്ട് ചെയ്തു വെച്ചൊരു കാര്യമാണ്. എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്ത സാധനങ്ങളുടെ ഒക്കെ ചിത്രം വരച്ചിട്ട് കണ്ണ് മാത്രം വരക്കാതിരിക്കുക. അപ്പോൾ ശരിക്കും ജീവൻ വരില്ലല്ലോ. എങ്ങനെയുണ്ട് ഫുദ്ദി? ഈ ഫുദ്ദി നിങ്ങൾ കാണാതെ പോകരുത്.
ഞങ്ങൾക്കിങ്ങനെ കഷ്ടപ്പെട്ട് മ്യൂസിക് കേൾക്കാതെയും ചിത്രം വരക്കാതെയും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സമാധാനമായി പൊട്ടിത്തെറിച്ച് കുറച്ച് ആൾക്കാരെയും കൂടെ നമ്മളെ കൂടെ കൊണ്ടുപോയാലേ സമാധാനമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനാണ് എല്ലാവരും കൂടെ നമ്മളിങ്ങനെ ഇട്ട് പഞ്ഞിക്കിടുന്നത്. നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഒരാഴ്ചയായിട്ട് നിരാഹാര സമരം കെടുക്കല്ലേ ബിസ്മേൻ ടീമിൻ്റെ പുതിയ നിയമങ്ങളൊക്കെ ആലോചിച്ചിട്ട്. അടിമത്തം, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, അതിലവരെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ് അടിമത്തം റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയും തുറക്കാൻ വയ്യല്ലോ, ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ കിടന്ന് കരയാണ്. ആർട്ടിക്കിൾ 9 ഇനി മുതൽ ജനങ്ങളെ 4 തട്ടാക്കി തിരിച്ചിരിക്കുന്നു. ആരൊക്കെയാന്ന് നോക്കാം. മതപണ്ഡിതർ, ഉന്നത ജാതിക്കാർ, മധ്യവർഗം, കീഴ്ജാതിക്കാർ. ആഹാ, എങ്ങനെ ഒന്നുകൂടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹലാലാണോ? ഞമ്മൻ്റെ സമാധാന മതത്തിൽ അടിമത്തം ന്യായീകരിക്കാൻ വേണ്ടി ഏതറ്റം വരെ ഇവർ പോയി. യുദ്ധത്തിൽ കീഴ്പ്പെടുന്ന ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടിമത്തെന്ന് വരെ പറഞ്ഞ് തള്ളി. ഇപ്പം എങ്ങനെ ഇരിക്കണേ? മുകൾ തട്ടിലുള്ളവർക്ക് കടുത്ത ശിക്ഷകളിൽ നിന്ന് ഇളവുണ്ട്. എന്നാൽ താഴെ തട്ടിലുള്ളവർക്കും ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കടുത്ത ചാട്ടവാറടിയും പിഴയും മരണശിക്ഷയും ഉണ്ട്. അതില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഭയങ്കര തള്ളാണ് കേട്ടോ. നിസ്കരിക്കുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒരു സഫിൽ നിന്ന് രാജാവും പരിചാരകനും ഒരേ നിരയിൽ നിന്ന് നിസ്കരിക്കുന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ സമാധാന മതത്തിലും ആളുകളെ തട്ടായി തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ വൈറ്റ് വാഷിംഗ് ഒക്കെ അങ്ങോട്ട് വീട്ടിൽ വെച്ചാൽ മതി. തുടർന്ന് വീണ്ടും 2 വക തിരിവ്, ഹനഫികളും ഹനഫികളല്ലാത്തവരും. നമ്മൾ സമാധാന മതക്കാർ സമാധാന മതം പാലിക്കാത്തവരും എന്നൊക്കെയുള്ള ഡിസ്റ്റിങ്ഷൻ വിട്ട് കുറേ കാലമായി. ഞങ്ങൾ വേറെ ലെവലിലെത്തി. നിങ്ങളൊക്കെ ഇപ്പോഴും 2026-ലാണോ? ഞങ്ങളെപ്പോലെ മോഡേൺ ആവാൻ പഠിക്കൂ. ഹനഫികളും ഹനഫികളല്ലാത്തവരും. ഇത് വിമർശകർ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. സമാധാന മതം ഇല്ലാത്ത സ്ഥലത്ത് സമാധാനം വരുത്തിക്കാനായിട്ട് അവർ മരിച്ച് പണിയെടുക്കും. സമാധാന മതം വന്നു കഴിഞ്ഞാലോ ബിസ്മിയൻ ടീം 99% മുസ്ലിങ്ങളാണ്. എന്നിട്ട് അവർക്ക് സമാധാനം ഉണ്ടോ? ഇല്ല. അവർ ഇനിയും അതിൻ്റെ ഉള്ളിലുള്ള വിഭാഗങ്ങളെ ചൊല്ലി അടിയും കൊലയും കൊള്ളയും ഒക്കെ നടത്തും. പിന്നെയുള്ളൊരു വകതിരിവാണ് സ്ത്രീകളും പുരുഷന്മാരും. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകൾ ഇനി അവരില്ലാണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ പുരുഷന്മാരിലുള്ള വേറെ വകതിരിവായിരിക്കും. ഒരു വകുപ്പ് പ്രകാരം അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യയെ അച്ചടക്കം പഠിപ്പിക്കാം. കുട്ടിയുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ അച്ചടക്കം എന്നുദ്ദേശിക്കുന്നത് എന്താണാവോ? ആർട്ടിക്കിൾ 4 പ്രകാരം അടിമയുടെ ശിക്ഷ നടപ്പാക്കാൻ ഉള്ള അവകാശം ഉടമക്ക് നൽകുന്നു. എന്നുവെച്ചാൽ അടിമയെ തല്ലിക്കൊല്ലാം, ഒരു കുഴപ്പമില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള തള്ള്? നമ്മൾ കഴിക്കുന്ന അതേ ഫുഡ് അടിമക്കും കൊടുക്കണം. അടിമ പട്ടിണി എടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടില്ല. ഇപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. അടിമയെ കൊന്നാലും നോ പ്രോബ്ലം, നിങ്ങൾക്ക് എന്നാലും സ്വർഗത്തിൽ പോവാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അഥവാ ബിസ്മേം സർക്കാരിൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ സമാധാനമതം മുറുകെ പിടിക്കാത്തവർ എല്ലാവർക്കും മരണശിക്ഷ ബാധകമാണ്. ഒരാളെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും കിട്ടും. നമ്മളങ്ങനെ നിയമം പാലിക്കാത്ത എല്ലാവരും ഒന്നൊന്നായി ഇല്ലാണ്ടാക്കി എല്ലാം ഒരു മരുഭൂമിയാക്കി തീർത്താലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഈ സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത്. വിഷം കൊടുത്തു കൊന്നാൽ 5 വർഷം തടവ്. ഇതാരെയോ കുത്തി പറയുന്ന പോലെ ഇല്ലേ? തെറ്റായി വിധി നൽകുന്ന ജഡ്ജിക്ക് 10 ദിവസം തടവ്. ഈ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ 5 കൊല്ലം തടവിന് ശിക്ഷ വിധിക്കാം. പക്ഷെ ജഡ്ജിക്ക് കുറച്ച് പൈസ കൊടുത്ത് 5 ദിവസത്തിന് മാത്രം ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ജഡ്ജി ഇനി തെറ്റായി വിധിച്ചു എന്ന് പറഞ്ഞാലും ജഡ്ജിന് 10 ദിവസം മാത്രം ജയിലിൽ കിടന്നാൽ മതി. എങ്ങനെയുണ്ട്? വളരെ നല്ലൊരു നീതിന്യായ വ്യവസ്ഥ അല്ലേ? ഒക്കെ മുത്തുനബിയുടെ പവറാ. ബിസ്മേം സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെ വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചാൽ 2 വർഷം തടവ്. അത് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. കാരണം ഇവരുടെ ബാക്കിയെല്ലാ നിയമങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സ്ട്രോങ് കുറവാണ്. ആർട്ടിക്കിൾ 34 പ്രകാരം ഒരു സ്ത്രീ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെയോ ശരീഅത്ത് നിയമ വ്യവസ്ഥ അനുവദിക്കാത്ത കാരണത്താലോ സ്വന്തം വീട്ടിൽ കഴിഞ്ഞാൽ 3 മാസം തടവ്. ഇത് നമ്മുടെ മുത്തുനബി പറഞ്ഞ അതേ കാര്യമാണ്. സ്വന്തം ഉപ്പ മരിച്ചാലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന്. അത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. 3 മാസം തടവ് എന്തിനാണ്? സ്വന്തം വീട്ടിൽ നിന്നാലാണ് 3 മാസം തടവ്. അത് ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ജഡ്ജസും എല്ലാത്തരം ഗവൺമെൻറ് പദവിയും
ടീച്ചേഴ്സും ഒക്കെ ആയിരുന്ന ആളുകളാണ്. അവരാണിപ്പോൾ ഈ കാടൻ നിയമമുള്ളതുകൊണ്ട് കഷ്ടപ്പെട്ട് വീടിനുള്ളിലിരുന്ന് ജീവിക്കുന്നത്. അത് ശരിക്കും ഒരു പാടാണ് നമുക്ക് എല്ലാവർക്കും. നമ്മളിനി എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനമതം നിങ്ങളുടെ തലച്ചോറ് കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൈം ട്രാവലായിരിക്കും 6-ാം നൂറ്റാണ്ടിലോട്ട്. ആർട്ടിക്കിൾ 32 പ്രകാരം കാണാൻ കഴിയുന്ന പൊട്ടിയ എല്ല്, മുറിവ്, ചതവ് ഇല്ലാതെ ഭാര്യയെ അടിച്ചാൽ ഭർത്താവിന് 15 ദിവസം മാത്രമേ തടവുള്ളൂ. അതും ഇത് ഭാര്യ തെളിയിക്കണം അടിച്ചെന്ന്. സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ വെച്ചു കൊടുക്കുന്ന മതമാണ് ഞമ്മൻ്റെ മതം. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ? സമാധാനമത കുലത്താത്തകളൊക്കെ എവിടെ? ബിസ്മേൻ ടീം പുതിയ നിയമങ്ങൾ ഇറക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നോ? അതാണോ നിങ്ങൾ നിരാഹാര സമരം കെടുക്കുന്നത്? എന്തെങ്കിലും എടുത്ത് കഴിക്കൂ, ഇങ്ങനെ പട്ടിണി കെടുക്കല്ലേ. സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നത് എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേക സ്ഥലത്തെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമേ സംസാരിക്കുള്ളൂ. അതും സമാധാനമതം പൂന്തുലി എന്ന നാടുകളിലെ സ്ത്രീകൾ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ നിങ്ങൾ പ്രത്യേകതരം നിദ്രയിലോട്ട് വീണു പോവല്ലേ. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹത്തിന് മുൻപോ ശേഷമോ പുറത്തോ ഉള്ള ബന്ധത്തിന് 1 വർഷം തടവ്. അങ്ങനെ നിങ്ങൾ പരസ്പര സമ്മതത്തോടൊന്നും ചെയ്യണ്ട. നമ്മൻ്റെ ബിസ്മേൻ ടീമിനോട് ആദ്യം സമ്മതം ചോദിക്കണം. അവർ ശരിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളുടെ കാര്യം തീരുമാനമാക്കിക്കോളൂ. ആർട്ടിക്കിൾ 37 പ്രകാരം ഇസ്ലാമികമല്ലാത്ത, താൻ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ ബന്ധമല്ലാത്ത ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിന് 1 വർഷം പുരുഷന് തടവ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പുരുഷന്മാർക്കും തടവോ? എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും കിട്ടും. എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ, എല്ലാവർക്കും ഉള്ളത് തരും. കൈകൾ തമ്മിൽ ചേർക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക എന്നിവ ഈ ബന്ധത്തിൽ പെടുന്നു. എന്തായാലും എഴുതി വെച്ച് നന്നായി, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ എഴുതി വെച്ച സ്ഥിതിക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് പാലിക്കാലോ. ഇതിലെന്താ കോമഡി എന്ന് വെച്ചാൽ, ഈ ബിസ്മേൻ ടീമിൻ്റെ തലവൻ ഹക്കൻസാദക്ക് പടച്ചോൻ ഇറക്കി കൊടുക്കുന്നതാണ് ഈ നിയമങ്ങളൊക്കെ. പടച്ചോനാണ് മൂപ്പരെ കൊണ്ട് ഇത് എഴുതിക്കുന്നത്. ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് പടച്ചോൻ എഴുതും, വയലാർ എഴുതുമോ ഇതുപോലെ? മറ്റൊരു ആർട്ടിക്കിളിൽ സ്ത്രീകളായ അയൽക്കാരെ മോശമായി നോക്കുന്നത്, കമൻ്റ് അടിക്കുന്നത്, അവർക്ക് നേരെ ആംഗ്യം കാണിക്കുന്നത്, അവരുടെ ഭംഗിയെപ്പറ്റി അവരോട് സംസാരിക്കുന്നത്, അവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കുന്നത്, ഇതിനെല്ലാം 1 മാസം തടവുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാർഡ്ബോർഡ് തലയിൽ വെച്ചാൽ മതി. അപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ 1 മാസം നിങ്ങൾക്ക് ജയിൽ ശിക്ഷയെന്ന് ഒഴിവാകും. ഒക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. ആർട്ടിക്കിൾ 58 പ്രകാരം മതം വിട്ട പെണ്ണിന് ജീവപര്യന്തം തടവ്. എൻ്റെ പൊന്നേ, അവിടെ ഒന്നും പോയി ജനിക്കാത്ത എത്ര നന്നായി. കൂടാതെ എല്ലാ 3 ദിവസം കൂടുമ്പോഴും 10 അടി വീതം. എന്നുവെച്ചാൽ ഈ ചാട്ടവാർ വെച്ച് അടിക്കുന്ന അടി ഒരിക്കലും ഉണങ്ങൂല. കാരണം 10 ദിവസം എടുത്ത് ഹീലായി തുടങ്ങുന്ന മുറിവ് വീണ്ടും അടിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഈ അടി കൊണ്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്ന് ഒരാൾ പോലും മതം വിടില്ല. മതം വിടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവൾ മതത്തിൽ തിരിച്ചു വരും വരെ ഇത് തുടരും. ഈ ഒരു അടി കിട്ടിയാൽ തന്നെ, ചാട്ടവാറുകൊണ്ട് 1 അടി കിട്ടിയാൽ മതത്തിൽ ആരായാലും തിരിച്ചു വരും. ആണുങ്ങൾക്കുള്ള ശിക്ഷ ഇവിടെ പറയുന്നില്ല. അതെന്താ, അപ്പം ആണുങ്ങൾക്ക് മതം വിടാൻ പറ്റുമോ? ആണുങ്ങൾ മതം വിട്ട് അപ്പം തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് എറിയുന്നുണ്ടാവും. എന്നാൽ ആണുങ്ങൾക്ക് ഹനഫി നിയമസംഹിതകൾ പ്രകാരം 3 ദിവസം വരെ പശ്ചാത്തപിക്കാൻ അവസരമുണ്ട്. എന്നിട്ടും മതത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നീട് അവർക്ക് മരണശിക്ഷയുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതെന്താ, പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ 3 ദിവസം ടെമ്പററി ടൈം കൊടുക്കൂലേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്? എന്താ നല്ല കോമഡി നിയമങ്ങൾ. സമാധാന മതത്തിലെ ആണുങ്ങൾ കൂടിയാലേ നമുക്ക് ഉപകാരമുള്ളൂ. പെണ്ണുങ്ങൾ കൂടിയാലും വലിയ ഉപകാരമില്ല. പക്ഷെ പെണ്ണുങ്ങൾ വിട്ടിട്ട് പോയാൽ അത് നമുക്ക് സഹിക്കില്ല. ആർട്ടിക്കിൾ 9 പ്രകാരം മതപണ്ഡിതന്മാർക്കും ഉന്നത ജാതികൾക്കുമുള്ള ശിക്ഷ താക്കീതാണ്. ഒരു വാണിംഗ് തന്ന് നൈസായിട്ട് വിടും. നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ വലിയൊരു ജാതിയിൽ ചെന്ന് ജനിച്ചാൽ മതി. കച്ചവടക്കാർ വിളിച്ചാൽ ഹാജരാകണം. അതിന് താനാണല്ലോ കോടതി. മധ്യവർഗമാണെങ്കിൽ ജയിലിൽ കഴിയണം. ഞമ്മൻ്റെ മതത്തിൽ എല്ലാവരും തുല്യ മനുഷ്യന്മാരാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കീഴ്ജാതികൾക്ക് തടവും 39 വരെ ചാട്ടവാറടിയും ഉണ്ട്. ഈ നമ്പർ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത്? 39. ഇതുവരെ ഇവരുടെ കിതാബിൽ കേൾക്കാത്തൊരു നമ്പറാണ്. ആർട്ടിക്കിൾ 14 പ്രകാരം പൊതു താല്പര്യത്തിന് വഴങ്ങി മരണശിക്ഷ കൊടുക്കാം. ഇപ്പം നമ്മളൊരു പെറ്റീഷനൊക്കെ സൈൻ ചെയ്യുന്നില്ലേ, ഈ മരം മുറിക്കുന്നത് നിർത്തുക,
പക്ഷികളെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലൊരു 10-15 ആൾക്കാർ പെറ്റീഷൻ കൊടുത്താൽ വെറുതെ ഒരു പാവത്തിനെ മരണശിക്ഷയ്ക്ക് വിധിക്കാം. എന്ത് നല്ല നിയമമാണല്ലേ. ഒക്കെ ഞമ്മൻ്റെ മുത്തുനബിൻ്റെ പവറാ. ഉദാഹരണം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, അന്യമതത്തിൽ വിശ്വസിക്കുക, മന്ത്രവാദം, കളവ്, മതം വിലക്കുന്ന ലൈംഗിക ചേഷ്ടകൾ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പറയാമെന്നായിരിക്കും. അപ്പം വലിയ കുഴപ്പമില്ലേ, ഭൂമി പരന്നെന്ന് വിശ്വസിക്കണം. അതുപോലെ വേറെ മതത്തിലേക്ക് ക്ഷണിക്കുന്നതും മരണശിക്ഷ ലഭിക്കാൻ അർഹമാണ്. ഈ സമാധാന മതക്കാരാണല്ലോ വേറെ യൂറോപ്യൻ നാടുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ ആളുകളെ ഞമ്മൻ്റെ മതത്തിലോട്ട് കൂട്ടാൻ വേണ്ടി തിരക്കൂടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. ആർട്ടിക്കിൾ 17 പ്രകാരം സമാധാന മതത്തിനെ കളിയാക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ പോവും. 2 വർഷം വരെ തടവുണ്ട്. അപ്പോൾ ഈ ട്രോളന്മാരും കമൻ്റ് ഇടുന്ന നിങ്ങളൊക്കെ അങ്ങ് ബിസ്മേൻ ടീമിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടന്ന് ബിസ്മേൻ ടീമിൻ്റെ ഗോതമ്പുണ്ട് തിന്ന് സത്യേനെ. ആർട്ടിക്കിൾ 60 പ്രകാരം സ്വവർഗാനുരാഗത്തിനും മരണശിക്ഷയുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് അവിടെയുള്ള എല്ലാ ആണുങ്ങളെയും മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള എല്ലാ വകുപ്പും ഞാൻ കാണുന്നുണ്ട്. നിസ്കരിക്കാത്ത കുട്ടികളെ 10 വയസ്സ് മുതൽ മർദ്ദിക്കാൻ അച്ഛന് അവകാശമുണ്ട്. അതും ഞമ്മൻ്റെ മുത്തിൻ്റെ പവറാം. മുത്ത് ഞമ്മൻ്റെ കിതാബിൽ ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണോ ഇതൊക്കെ ഇവരെടുത്ത് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ട കാര്യമല്ലേ. ആർട്ടിക്കിൾ 2 പ്രകാരം ഹനഫികളല്ലാത്തവർ സമാധാന മതക്കാരല്ല. ആർട്ടിക്കിൾ 26 പ്രകാരം ഹനഫി മതം വിട്ടാൽ 2 വർഷം തടവുണ്ട്. സമാധാന മതം പോയിട്ട് ഞമ്മൻ്റെ ഹനഫി മദ്ഹബിൽ നിന്ന് പോകാൻ വരെ നിങ്ങൾക്ക് അവകാശമില്ല. ആർട്ടിക്കിൾ 4 പ്രകാരം തിന്മ അല്ലെങ്കിൽ പാപം ആര് ചെയ്യുന്നത് കണ്ടാലും ഏത് സമാധാന മതക്കാർക്കും അവനെയോ അവളെയോ നേരിട്ട് ശിക്ഷിക്കാം. കുറ്റം ചെയ്തോ വേറെ മതത്തിലുള്ള ആളാണോ കുറ്റം ചെയ്തത്, നിങ്ങളൊരു സമാധാന മതക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊല്ലാം. വെരി സിമ്പിൾ, അത്രയുള്ളൂ. കോടതിയും വേണ്ട, പോലീസും വേണ്ട. ആർട്ടിക്കിൾ 59 പ്രകാരം ഡാൻസ് കളിക്കുന്നത് അത് കാണുന്നതും കുറ്റകരമാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ ഒരുപാട് ചെറിയ ബാലന്മാരില്ലേ ഡാൻസ് കളിക്കുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്ററി നിങ്ങൾ പോയി കണ്ടു നോക്കൂ കേട്ടോ. കാണേണ്ട ഡോക്യുമെൻ്ററിയാണത്. ആർട്ടിക്കിൾ 40 പ്രകാരം മതത്തിലെ തിന്മകൾ നിങ്ങൾ അറിയാതെ ഭാഗമായാൽ പോലും നിങ്ങൾ കുറ്റക്കാരാണ്. സൈഡിൽ കൂടെ പോയാൽ മതി, നിങ്ങൾ പിടിച്ച് ജയിലിടും. അടിമയും ഉടമയും എന്ന വ്യക്തമായ വേർതിരിവ് നിരവധി ആർട്ടിക്കിളുകളിൽ കാണാം. ആർട്ടിക്കിൾ 4 പ്രകാരം ചെറിയ തെറ്റുകൾക്ക് ഉടമ അല്ലെങ്കിൽ ഭർത്താവും വലിയതിന് ഇമാമും ശിക്ഷ നടപ്പാക്കും. നിങ്ങളൊരു പെണ്ണാണോ, നിങ്ങൾ കുറ്റം ചെയ്തോ, ഭർത്താവിന് നിങ്ങളെ ശിക്ഷിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. സമാധാന ഫെമിനിസ്റ്റുകൾക്ക് സന്തോഷമായില്ലേ? ഇതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളിവിടെ കിടന്ന് അലറിക്കരഞ്ഞിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ റിഫോർമേഷൻ വരണമെന്ന് വാദിച്ച കിങ് അമാനുള്ളയും അവരുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള വൈഫ് സുറയും ആണുങ്ങൾ നിരത്തി പെണ്ണ് കെട്ടുന്നതിനെതിരായിരുന്നു. അതുപോലെ ചാക്കിട്ട് പെണ്ണുങ്ങൾ മൂടുന്നതിനും എതിരായിരുന്നു. ഇവരെല്ലാവരും കൂടി പിടിച്ച് സ്ത്രീകളെ, ഈ നിയമങ്ങൾ കാരണം സ്ത്രീകളെ അടിച്ചമർത്താൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പുറത്താക്കി. ഇപ്പോൾ ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ എന്തായാലും നന്നായി നടക്കുന്നുണ്ട്. കൊല്ലാം, ഭർത്താവിന് വേണമെങ്കിൽ കൊല്ലാം. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് എനിക്കുള്ള ശിക്ഷ മരണമാണെന്നാണ്. ഇത് വായിക്കുന്ന ആർക്കും അവർക്കുള്ള ശിക്ഷ മരണമായി തോന്നും. നിങ്ങൾ കമൻ്റ് ഇട്ടോ, നിങ്ങൾക്കുള്ള ശിക്ഷയും മരണം. ആർട്ടിക്കിൾ 30 എല്ലൊടിയിൽ മുറിവ് ചതവ് വരാവുന്ന ശിക്ഷാരീതികൾ മാത്രം അധ്യാപകർക്ക് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ എല്ലൊടിയാതെ നന്നായിട്ട് അടിക്കാം അധ്യാപകർക്ക്, ഒരു കുഴപ്പമില്ല. ചെറിയ മക്കളെ അടിക്കുന്നത് ലോകത്ത് മിക്ക സ്ഥലങ്ങളിലും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുട്ടികളെ അടിക്കാമെന്ന് പറഞ്ഞ്. നല്ല സമാധാനമല്ലേ. ആർട്ടിക്കിൾ 48 പ്രകാരം പിതാവിന് അനുസരണക്കേട് കാണിക്കുന്ന നിസ്കരിക്കാത്ത 10 വയസ്സുള്ള കുട്ടിയെ ശാരീരികമായി ശിക്ഷിക്കാം. കുഞ്ഞുമക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന മതമാണ് ഞമ്മൻ്റെ മതം. ഞമ്മൻ്റെ മതം ഇങ്ങനൊന്നല്ല, ഇത് ഞമ്മൻ്റെ മതമല്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളോടാണ്. ഇതും കിതാബിലുണ്ട് കേട്ടോ. കിതാബ് ഒന്ന് പോയി ഇടയ്ക്ക് പോയി വായിച്ചാൽ മതി. സ്ത്രീ പൊതു ഇടങ്ങളിൽ പോകരുത്. പോയാൽ ഇവരുടെ അഭിമാനം അങ്ങോട്ട് നശിക്കും. അത് കാരണം പോവാനേ പാടില്ല, വീട്ടിലിരിക്കണം. വീട്ടിൽ നിന്നാ ഇരുന്ന് പുറത്തേക്ക് കണ്ണടിയിലൂടെ നോക്കാൻ പറ്റുമോ? അതും പറ്റില്ല, അതും ക്ലോസ് ചെയ്യണം. സ്ത്രീകൾക്ക് ഉള്ള ജിം അല്ലെങ്കിൽ മറ്റ് ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ വിലക്കിയിരിക്കുന്നു. അങ്ങനെ വർക്കൗട്ടായിട്ട് ഫിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്യുക, അടുക്കളയിൽ പണിയെടുക്കുക. അപ്പോൾ എന്തായാലും നല്ല ഫിറ്റാവും. രാജ്യത്താകെ മൊത്തമുള്ള സ്ത്രീകൾക്കായുള്ള ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടി. ഈ കണക്കുകൾ പറയുന്നത് 60,000 ബ്യൂട്ടി സലൂണിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ജോലി പോയി എന്നാണ്. ജോലി പോയാലെന്താ, ഞമ്മൻ്റെ അഭിമാനം കാത്തല്ലോ, അത് മതി. എൻ്റെ സൗന്ദര്യം എൻ്റെ ഭർത്താവ് കാണാനാണെന്നും പറഞ്ഞ് ഭർത്താവിന് വേണ്ടി ബ്യൂട്ടി പാർലർ ചെന്നാൽ അതും നിരോധിച്ചിരിക്കുന്നു.
12 വയസ്സ് വരെ മാത്രം, അല്ലെങ്കിൽ 6ാം ക്ലാസ് വരെ മാത്രം പെൺകുട്ടികൾ സ്കൂളിൽ പോകാം. എന്തൊരു നല്ല മനസ്സാണല്ലേ. നിങ്ങൾക്കറിയോ, അഫ്ഗാനിസ്ഥാനാണ് ലോകത്തിലെ സ്ത്രീകൾക്ക് സെക്കൻഡറി സ്കൂളും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും നിരോധിച്ചിരിക്കുന്ന ഒരേയൊരു രാജ്യം. ലോകത്ത് ഒരേയൊരു രാജ്യം. ഈ രാജ്യത്തിൻ്റെ 50% സ്ത്രീകളാണ്. ഈ 50% ജോലിക്ക് പോകാതിരുന്നാൽ, പഠിക്കാതിരുന്നാൽ എക്കണോമി ഇതെങ്ങനെ ബാധിക്കുക? സ്ത്രീകൾ ജോലി സ്ഥലത്തു നിന്നും എഡ്യൂക്കേഷനിൽ നിന്നും ഒക്കെ വിലക്കിയത് കാരണം UNDP എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ മിനിമം $1 ബില്യൺ ബിസ്മിയൻ ടീമിന് നഷ്ടം വരുന്നുണ്ട് എന്നാണ്. സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന മെജോറിറ്റി ഓഫ് ദ ക്യാഷ് കുടുംബത്തിന് വേണ്ടി തന്നെ ചെലവാക്കുന്നത് കാരണം എക്സ്ട്രാ 500 മില്യൺ ഇന്റേണൽ ട്രേഡിൽ ലോസ് ആവും എന്നാണ് UNDP പറയുന്നത്. ഓഗസ്റ്റ് 2021 2022 ഇടയ്ക്ക് തന്നെ 5 ലക്ഷം സ്ത്രീകളുടെ ജോലി പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇതിന്റെ ഭാവിയിലുള്ള പരിണിതഫലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റിട്ടയർ ആവുന്ന ഓഫീസേഴ്സിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളില്ല. കാരണം ഒന്നാമത് ഇവർ സ്കൂളിൽ പോയി ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാലേ ഈ സീറ്റ്സ് ഫിൽഡ് ആവുള്ളൂ. ഇവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും പഠിക്കാൻ വിടില്ല. അസുഖം വന്ന ഡോക്ടറെ കാണിക്കാൻ പാടില്ല. കാരണം ഡോക്ടർ പെണ്ണും സമാധാനമതത്തിൽ ഒരാളായ മാത്രമേ ഇവരെ കാണിക്കാൻ പറ്റുള്ളൂ. സമാധാനമതത്തിൽ നിന്ന് ഡോക്ടർമാരുണ്ടാവില്ല. കാരണം അവരെ പഠിക്കാനും പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് മരിക്കുക, വേറൊരു ഓപ്ഷനില്ല. ആരോഗ്യരംഗത്ത് അതും വളരെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒഴിച്ച് സ്ത്രീകൾ ജോലി എടുക്കരുത്. എന്തൊക്കെയാണ് പ്രത്യേക സാഹചര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ തലപ്പത്തിരിക്കുന്ന മുഗൾ ജാതി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒന്ന് കാണിക്കാനായിരിക്കും ചില ജോലികൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇനിയും ഇതുപോലെയുള്ള പുരോഗമനാശയങ്ങൾ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.